തൈര് ഒരു 2 ടീസ്പൂൺ എടുക്കുക. തേനും ലെമണും കൂടെ 1 ടീസ്പൂൺ, രണ്ടും 1/2 ടീസ്പൂൺ വീതം എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് 20 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. കേടിനകത്ത് വിറ്റമിൻ ഡി, വിറ്റമിൻ സി, സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഇത് വളരെയധികം നല്ലതാണ്. പിന്നുള്ളതാണ് മൈലാഞ്ചി പേസ്റ്റ് പോലെ അരച്ച് നമുക്ക് മാസ്ക് ആയിട്ട് ഇടാം. പിന്നെ ഉലുവയാണ്. ഉലുവ തലേദിവസം ഒരു 2 ടീസ്പൂൺ ഉലുവ എടുത്തതിന് ശേഷം കുതിർത്ത് വെക്കുക. ഒരുപാട് വെള്ളം എടുക്കണ്ട, അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് പിറ്റേ ദിവസം അത് കുതിർന്ന് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് പേസ്റ്റ് പോലെ ആവശ്യത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് അത് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അപ്പം ഇത് ഉലുവ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഉലുവ ഇട്ട് കുളിച്ച് കഴിയുമ്പോഴത്തേനും മുടി ഷാമ്പു ചെയ്ത പോലൊരു എഫക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെയും ഷാമ്പു ഇടണ്ട, അപ്പം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അത് ശ്രദ്ധിക്കുക. അടുത്തൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ് മുട്ടയുടെ വെള്ള നമ്മൾ എടുക്കുക. അതിൻ്റെ കൂടെ തേൻ ചേർക്കുക, 1 ടീസ്പൂൺ തേൻ ചേർക്കുക. പിന്നെ കുറച്ച് ഒലിവ് ഓയിലൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഹെയറിൽ മാസ്ക് പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 10-15 ഹെയർ മാസ്കുകൾ ഞാനിവിടെ പറഞ്ഞു. അപ്പം നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയർ മാസ്കിൽ അത് ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടന്റ്, അതായത് ഇപ്പോൾ നെല്ലിക്കാപ്പൊടിയാണെങ്കിലും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണെങ്കിലും അല്ലെങ്കിൽ ഇലകൾ, ഇതൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിക്വിഡായിട്ടുള്ള ഒരു കാര്യം ആവശ്യമാണ്. അത് നമുക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണയായിട്ട് ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം, അലോവേരയുടെ ജെല്ല് ഉപയോഗിക്കാം, ഇനി വെള്ളമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം അത് നമുക്ക് നമ്മളുടെ ഓപ്ഷനാണ്. പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ് നെല്ലിക്ക, ഇരട്ടി മധുരം അല്ലെങ്കിൽ നറുനീണ്ടി, അങ്ങനെ കുറേ ഡ്രഗ്സ് ഞാൻ പറഞ്ഞു. അത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം. നമ്മളിനി അത് മിക്സ് ചെയ്യാനുള്ളത് നമുക്ക് സ്യൂട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് ചിലർക്ക് തൈര് പറ്റില്ല, അതൊന്ന് തേച്ചാൽ തന്നെ പനി വരും, അല്ലെങ്കിൽ നീർക്കെട്ട്, തലവേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാം. ചിലർക്ക് കോക്കനട്ട് മിൽക്ക് ആയിരിക്കും പ്രശ്നം. അപ്പോൾ അത് നമ്മൾക്ക് എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വേണം അത് മിക്സ് ചെയ്യാൻ. ഇനി എണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞത്, എടുത്ത് ഓരോ ആയുർവേദത്തിൽ ഒരുപാട് എണ്ണകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ട് ഈ എണ്ണ ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഹെയർ മാസ്ക് എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പിലും മുടി മൊത്തവും തേച്ച് ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാൻ. പിന്നെ ഉള്ളതാണ് കുറേ മാസ്ക് പറഞ്ഞതിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തേച്ചിട്ട് അന്നത്തെ ദിവസം അലർജിയോ അല്ലെങ്കിൽ തലവേദന, പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അത് ട്രൈ ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ ജനറലായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. പക്ഷേ ഇതിലെല്ലാം നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ മാസ്കുകളാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തതിന് ശേഷം റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടും ആരോഗ്യത്തോടും ഇരിക്കുക. താങ്ക് യു സോ മച്ച്.